മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എക്സിറ്റ് പോളുകളിൽ ലഭിച്ച മുൻതൂക്കം അനുകൂലമാക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ UDF ഘടകകക്ഷികളുടെ പിന്തുണയും മധ്യകേരളത്തിൽ UDFന് ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്ന കുതിപ്പും അനുകൂല ഘടകങ്ങളായി സതീശൻ പക്ഷം വിലയിരുത്തുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വി.ഡി. സതീശൻ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ മുഖ്യമന്ത്രി ആയി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും പ്രവർത്തനങ്ങളുമെല്ലാം. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ, ഉറച്ച പിന്തുണ അദ്ദേഹം അതിനെ വലിയ കരുത്തായി കരുതുന്നു. സമുദായ സംഘടനകളൊക്കെ അദ്ദേഹത്തിനെതിരാണ്, നമ്മൾക്കറിയാം. NSS വി.ഡി. സതീശന് അനുകൂലമല്ല, SNDP യോഗം സതീശന് അനുകൂലമല്ല. പക്ഷേ UDFിലെ ഘടകകക്ഷികൾ, പ്രധാനപ്പെട്ട ഘടകകക്ഷി പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ, അങ്ങനെ അവരുടെ എല്ലാം ശക്തമായ അടിയുറച്ച പിന്തുണയുണ്ട് എങ്കിൽ മുഖ്യമന്ത്രിയാകാം എന്നുള്ള ധാരണയിൽ വി.ഡി. സതീശൻ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അത്ര എളുപ്പമൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. രമേശ് ചെന്നിത്തല സീനിയർ നേതാവാണ്. അതുമാത്രമല്ല, ദേശീയ തലത്തിൽ അവിടെ വിമാനത്തിൽ വന്നിറങ്ങി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നിൽക്കുന്ന KC വേണുഗോപാലുമുണ്ട്. അപ്പോൾ ഈ മൂന്ന് പേരിൽ കിടന്ന് കറങ്ങുകയല്ലേ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി കസേര? ജിജീഷ്. വിനോദ് പറഞ്ഞതുപോലെ തന്നെ നിലവിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ കണക്കുകൂട്ടലുകളിലാണ്. കാരണം UDF അധികാരത്തിൽ വരും, താൻ തന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് ഏറെ നാളായി വി.ഡി. സതീശൻ ആ ഒരു പ്രചാരണങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. മറ്റൊരാളും തൻ്റെ എതിരാളികളായി രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും എല്ലാം ഒപ്പത്തിനൊപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പോലും തനിക്കുള്ള സാധ്യതകളെ പരിശോധിക്കുകയാണ് വി.ഡി. സതീശൻ ഈ അവസാന നിമിഷവും. അതായത് വോട്ടെണ്ണലിന് ഇനി 1 ദിവസം 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആ സമയത്ത് പോലും വി.ഡി. സതീശൻ്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ട് എന്നാണ് സതീശൻ പക്ഷം പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് UDFിലെ ഘടകകക്ഷികൾ നൽകുന്ന പിന്തുണയാണ്. UDFിലെ ഘടകകക്ഷികൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രബല ഘടകകക്ഷികൾ, ഒന്ന് മുസ്ലിം ലീഗ് വി.ഡി. സതീശനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി ക്കുന്നത് എന്ന് കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്. വി.ഡി. സതീശനാണ് ജനപിന്തുണ, വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന രീതിയിൽ മുസ്ലിം ലീഗിന്റെ പല നേതാക്കളും പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അത് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട്. കാരണം ലീഗിനെ പോലെ ഒരു ഘടകകക്ഷിയെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായം മാനിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും അവർ ശക്തമായി തൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ് എങ്കിൽ തൻ്റെ സാധ്യതകൾ പല മടങ്ങ് വർദ്ധിക്കുമെന്നും വി.ഡി. സതീശൻ കണക്ക് കൂട്ടുന്നു. അതുപോലെ തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ജോസഫ് അടക്കമുള്ള നേതാക്കൾ രഹസ്യമായും പരസ്യമായും എല്ലാം ഒരു കാര്യം വ്യക്തമാക്കുന്നു: വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു നിലപാടിലേക്ക് പാർട്ടി പോകുന്നുവെന്ന്. സ്വാഭാവികമായും രണ്ടാമത്തെ ഘടകകക്ഷി മുസ്ലിം ലീഗിന് പിന്നാലെ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം കൂടി വി.ഡി. സതീശന് പിന്തുണ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ ഘടകകക്ഷികളിൽ നിന്ന് തനിക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ ഇതിനെ വിലയിരുത്തുകയും ചെയ്യുന്നത്. അങ്ങനെ മാത്രമല്ല, ഇനി UDF ഒരു വലിയ ഭൂരിപക്ഷം നേടുകയാണ് എങ്കിൽ തൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും സാധ്യതയുള്ള ആള് എന്ന നിലയിൽ തനിക്ക് പിന്നിൽ മറ്റു ഘടകകക്ഷികൾ കൂടി അണിനിരക്കുമെന്നും, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും മന്ത്രിസഭയിൽ ഇടം നേടുന്നതിനും എല്ലാം തന്നെയുള്ള ലക്ഷ്യങ്ങളോടെയുള്ള പ്രവർത്തനത്തിൽ തനിക്കായിരിക്കും പിന്തുണ വർദ്ധിക്കുക എന്ന കാര്യം വി.ഡി. സതീശൻ കണക്ക് കൂട്ടുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം എതിർക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉയർത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം കൊടുത്തു. കഴിഞ്ഞ തവണയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അവസരം കൊടുത്തത്. അധികാരം തിരിച്ചു പിടിക്കാനും വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാനും എല്ലാമുള്ള അവസരം പാർട്ടി കൊടുത്തു. എന്നാൽ അതെല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ട് അധികാരത്തിന് പുറത്തു നിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മുന്നണിയെ എത്തിച്ചത്, പാർട്ടിയെ എത്തിച്ചത് അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രെഡിറ്റ്, അത് ജയിക്കുകയാണ് എങ്കിൽ, കൂടുതൽ സീറ്റുകൾ നേടുകയാണെങ്കിൽ, അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും തനിക്കല്ലാതെ മറ്റൊരാൾക്കും ഇല്ല എന്ന് വി.ഡി. സതീശൻ പറയാതെ പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയാണ് മധ്യ കേരളത്തിൽ UDF മുന്നേറ്റം ഉണ്ടാക്കും എന്ന തരത്തിലുള്ള ചില എക്സിറ്റ് പോളുകൾ പുറത്തു വരുന്നുണ്ട്. എറണാകുളം ജില്ലയിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും 14 സീറ്റിൽ 14 ഒരുപക്ഷെ നേടുന്ന സ്ഥിതി, അല്ലെങ്കിൽ 13 നേടും, 12 വരെ എന്തായാലും ഉറപ്പിക്കുന്നു എന്നെല്ലാമുള്ള എക്സിറ്റ് പോളുകൾ വരുമ്പോൾ സ്വാഭാവികമായും സതീശൻ പക്ഷം കണക്ക് കൂട്ടുന്നത് തൻ്റെ ശക്തി കേന്ദ്രമാണ്, ശക്തി ദുർഗം എന്ന് തന്നെ
വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ഥലമാണ് എറണാകുളം ജില്ല. അവിടെ DCC പ്രസിഡന്റ് അടക്കം VD സതീശൻ പക്ഷത്തിന് മുന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ജയിച്ചു വരുന്ന MLA-മാരുടെ കൂടുതൽ പിന്തുണ തനിക്ക് മധ്യകേരളത്തിൽ നിന്ന് ലഭിക്കും. മധ്യകേരളത്തിൽ ഉണ്ടാക്കുന്ന മുന്നേറ്റം UDF ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്ന മുന്നേറ്റം, അങ്ങനെ UDF മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെയുള്ള MLA-മാരിൽ ഭൂരിഭാഗം പേരും VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന ഒരു അഭിപ്രായത്തിലേക്ക്, ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ അഭിപ്രായം തേടുകയാണ് എങ്കിൽ തന്നെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്നും VD സതീശൻ കണക്ക് കൂട്ടുന്നു. അത് മറ്റൊരു സാധ്യതയായി VD സതീശൻ പക്ഷം കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. ഒന്ന്, MLA-മാരുടെ മധ്യകേരളത്തിൽ നിന്ന് ജയിച്ചു വരുന്ന MLA-മാരുടെ പിന്തുണ, ഒപ്പം തന്നെ ഘടകകക്ഷികളിൽ നിന്നുള്ള പിന്തുണ എല്ലാം തന്നെ കണക്ക് കൂട്ടിക്കൊണ്ട് VD സതീശൻ മുന്നോട്ട് പോകുന്നു. എന്നാൽ മറുപക്ഷത്ത് VD സതീശനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ രമേശ് ചെന്നിത്തല പക്ഷം കൂടുതൽ കരുത്തരാകാൻ ശ്രമിക്കുന്നു. VD സതീശൻ പക്ഷത്തിലേക്ക് തന്നെ നുഴഞ്ഞു കയറിക്കൊണ്ട് അതിൽ നിന്ന് തന്നെ ആളുകളെ അടർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് തന്നെ രമേശ് ചെന്നിത്തല പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയിലേക്ക് നീങ്ങുന്നു. അങ്ങനെയാണ് പോസ്റ്റർ പ്രചരണവും ഫ്ലെക്സി യുദ്ധവും എല്ലാം തന്നെ വലിയ രൂക്ഷമായി UDF-ൽ കോൺഗ്രസിൽ മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. മുഹമ്മദ് ഷിയാസിന്റെ തട്ടകത്തിൽ അല്ലെങ്കിൽ DCC ഓഫീസിന് മുന്നിൽ തന്നെ VD സതീശനെ എതിർത്തുകൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുന്നതിന്റെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. ജില്ലാ നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പ് നൽകുക, ഒപ്പം തന്നെ തങ്ങൾ അശക്തരല്ല, ഇവിടെ ശക്തരാണ് എന്ന വലിയ ഒരു സന്ദേശം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുകയും ചെന്നിത്തല പക്ഷത്തിൽ മധ്യകേരളത്തിൽ UDF-നുണ്ടാകുന്ന മുന്നേറ്റം കരുത്താക്കി കാട്ടിക്കൊണ്ട്, മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട്, കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എതിരുകളില്ലാതെ നടന്നു കയറാമെന്നാണ് സതീശന്റെ ധാരണ. പക്ഷേ അവിടെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഉയർത്തുന്ന വെല്ലുവിളി ഒട്ടും ചെറുതല്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.